പലപ്പോഴും തിരക്കിട്ട ജീവിതത്തിൽ പലർക്കും സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ ടൈം കിട്ടാറില്ല. നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും അന്തരീക്ഷ മലിനീകരണവും സൺടാനും പോഷകങ്ങളുടെ കുറവും തുടങ്ങിയ പലവിധ കാരണങ്ങളാൽ സ്കിൻ കെയർ ഇല്ലാതെ നമ്മുടെ സ്കിന്നിൻ്റെ ഭംഗിയും ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുകയാണ്. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്, എന്നെപ്പോലുള്ള ചിലരുടെ കാര്യങ്ങളൊക്കെയാണ് മാത്രമായി പറഞ്ഞത്. നമ്മുടെ സ്കിൻ കെയറിന് പറ്റിയ ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാവുന്നത്. പ്രത്യേകിച്ചും ഒരുപാട് നാളായിട്ട് സ്കിൻ കെയർ ഒക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് പറ്റിയ ഒരു സൂപ്പർ ഫേഷ്യലാണ്. നമ്മുടെ സ്കിന്നൊന്ന് പ്യൂരിഫൈ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മുടെ ദോശമാവ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫേഷ്യൽ ദോശമാവ് കൊണ്ടുള്ളൊരു ഫേഷ്യലാണ്. ഇതുകൊണ്ട് മസാജ് ചെയ്യുന്ന വഴി ബ്ലാക്ക് ഹെഡ്സുകൾ പോകാനും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല ലൂസാകും. അപ്പോൾ നമ്മൾ ഈ ദോശമാവ് ഉപയോഗിക്കുന്ന വഴി സ്കിന്ന് നല്ല ടൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു. ഇതിപ്പോൾ ഞാനിപ്പോൾ 1 സ്പൂൺ ദോശമാവ് എടുത്തേക്കുന്നത്, പിന്നെ അതിൻ്റെ കൂടെ എടുത്തേക്കുന്നത് ഹണിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്ക്രബാണ് ചെയ്യുന്നത്. ഹണി എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഡീപ്പായിട്ട് മോയ്സ്ചർ ആക്കാനും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനൊക്കെ ആയിട്ട് ഹണി സഹായിക്കുന്നു. പിഗ്മെൻറ്റേഷൻ പോകാനും ആൻറ്റി ഏജിങ് ഒക്കെ തടയാനും സ്കിന്നിലെ ഡെഡ് സെൽസുകളൊക്കെ പോകാനായിട്ടൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു. ഇതിപ്പം ഈ ഒരു അവസ്ഥയാണ് മുഖം ഒരുപാട് നാളായി ഫേഷ്യലൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റിൽ നമ്മുടെ ഫേഷ്യലിൻ്റെ സ്റ്റെപ്പാണ് സ്ക്രബ് ക്രീം പാക്കാണ്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. സ്ക്രബ് ചെയ്യുന്ന വഴി മുഖത്തെ നിറവ്യത്യാസവും കരിവാളിപ്പും ഒക്കെ മാറ്റാനും മുഖത്തിന് നല്ലൊരു തിളക്കം നൽകാനൊക്കെ സഹായിക്കുന്നു. അമിതമായിട്ട് വളരുന്ന ഹെയർ ഗ്രോത്തിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനും കൂടാതെ നമ്മുടെ സ്കിന്നിലെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഡെഡ് സെൽസുകളൊക്കെ പോകാനും നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു. ഇത് ഞാൻ ഒരു 5 മിനിറ്റാണ് സ്ക്രബ് ചെയ്യുന്നത്. അത് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആകുന്നതോടെ വരെ ഒന്ന് ഉണങ്ങുന്നതോടെ വരെ നമുക്ക് വെക്കാം. ഇതിപ്പോൾ നമ്മൾ വീഡിയോയിലായതുകൊണ്ട് അത്രയും കാണിക്കുന്നില്ല. ഫിംഗർ ടിപ്സ് കൊണ്ട് നല്ലതായിട്ട് ഫേസ് നെക്കും ഒക്കെ നല്ലതായിട്ട് സ്ക്രബ് ചെയ്യണം. ബാക്കിയുള്ള നമ്മുടെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മൾ ഫേസ് മസാജാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. കോക്കനട്ട് മിൽക്ക് നമ്മുടെ സ്കിന്ന് ഡ്രൈനെസ് ഒക്കെ മാറാനും ഡള്ളായിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നെ ഒന്ന് നറിഷ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയാൻ നമ്മുടെ സ്കിന്നിലെ പ്രോബ്ലംസൊക്കെ ആയ എക്സിമ, ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് തേങ്ങാപ്പാൽ കൊണ്ട് തേച്ച് കുളിക്കുന്നതൊക്കെ വളരെ നന്നാവും. പിന്നെ അതിൻ്റെ കൂടെ എടുത്തേക്കുന്നത് ദോശമാവാണ്. ഇത് രണ്ടും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്തേക്കുന്നത്. ഫേസ് മസാജ് ചെയ്യുന്ന വഴി ബ്ലഡ് സർക്കുലേഷൻ കൂടാനും സ്കിന്നൊന്ന് റീഫ്രഷ് ചെയ്യാനും ഡൾനെസ് മാറാനും സ്കിന്നൊന്ന് സ്മൂത്ത് ആകാനും അതുപോലെ തന്നെ നമ്മുടെ ചുളിവുകളൊക്കെ മാറാൻ കണ്ണിനടിയിലെ കറുപ്പ് മാറാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു. മസാജ് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു റിലാക്സേഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഫേസ് മസാജ് ചെയ്യുമ്പോഴെല്ലാം അപ്വേർഡ്സ് ഡയറക്ഷനിൽ വേണം ചെയ്യാനായിട്ട്. ഒരു 10 മിനിറ്റ്സ് മസാജ് ചെയ്ത ശേഷം ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു സാധാരണ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു മീഡിയം സൈസുള്ള ബീട്രൂട്ടിൻ്റെ ഒരു 1/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നുണ്ടോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ അളവനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് നല്ലതായിട്ട് അരച്ച് അതിനകത്ത് ഇച്ചിരി വെള്ളം ചേർത്താലും കുഴപ്പമില്ല. നമ്മളിത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ്. നല്ലതായിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത ശേഷം അത് നമ്മളൊരു പാനിൽ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി നമ്മുടെ ദോശമാവും കൂടെ അതിനകത്ത് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് കുറുക്കി എടുക്കുക ചെയ്യുന്നത്. ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ഗ്ലോ തരാനും യുവത്വം നിലനിർത്താനൊക്കെ ആയിട്ട് ബീട്രൂട്ട് ഒരുപാട് സഹായിക്കുന്നു. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും പിഗ്മെൻറ്റേഷൻ വന്ന ശേഷമുള്ള ആ പാടുകളൊക്കെ ഒന്ന് മാറാനായിട്ടും ഒക്കെ ആയിട്ട് ബീട്രൂട്ട് ഒരുപാട് സഹായിക്കുന്നതാണ്. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആകാനായിട്ടൊക്കെ ബീട്രൂട്ട് സഹായിക്കും. കൂടാതെ ബീട്രൂട്ട് ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ളതിനാൽ സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ട് വെക്കാനായിട്ട് ഒരുപാട് സഹായിക്കും. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം തന്നെ ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് താഴെ ഇറക്കാം. അതിനുശേഷം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഞാൻ നെക്സ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് തൈരാണ് ആഡ് ചെയ്യുന്നത്. തൈര് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറായിട്ട് വെക്കാനും ഹൈഡ്രേറ്റ് ആക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നു. നറിഷ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സ്കിന്നിൻ്റെ ഏജിങ് പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈര് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന എത്രത്തോളം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എത്രയും നാച്ചുറലായിട്ടും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ തന്നെയുള്ള തൈര് എടുക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ചേർത്തേക്കുന്നത്. സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആക്കാനും ബ്രൈറ്റ് ആക്കാനും ആൻറ്റി ഏജിങ് തടയാനും അതുപോലെ തന്നെ ഇതിനകത്ത് സിട്രിക് ആസിഡൊക്കെ ആഡ് കഴിഞ്ഞാൽ സ്കിന്നിലെ ഓയിൽ കൺട്രോൾ ചെയ്ത് ഹെൽത്തി ആയിട്ട് വെക്കാനൊക്കെ ആയിട്ട് ഓറഞ്ച് ജ്യൂസ് സഹായിക്കും. ഓറഞ്ച് ജ്യൂസ് ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആണെങ്കിലും ഒഴിച്ചാൽ മതി. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ അവസാന സ്റ്റേജിലെ ഫേസ് പാക്ക് റെഡി ആയിരിക്കുകയാണ്. വളരെ റിസൾട്ട് കിട്ടിയ നല്ലൊരു ഫേസ് പാക്കാണിത്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫേസ് പാക്ക് ഇടുന്ന വഴി സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയി വെക്കാനും സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ടൊക്കെ വെക്കാൻ ഒരുപാട് സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്കിന്നിലെ എക്സസ് ആയിട്ടുള്ള ഓയിൽ റിമൂവ് ചെയ്തൊരു ഹെൽത്തി ലുക്ക് തരാനായിട്ടും കൂടാതെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനായിട്ട് ഇത്ര ലൂസായിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്നു. ഫേസ് ആദ്യം ഒരു ലെയർ ഇട്ട് അതിനുശേഷം നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ഫേസ് പാക്ക് ഇടാൻ വേണ്ടി. ദോശയും ഇഡ്ഡലിയൊക്കെ നമ്മുടെ വീടുകളിൽ മിക്കവാറും ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ആഴ്ചയിൽ 2 തവണയെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് വേറെ ചിലവൊന്നുമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതും ഒരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഡ്രൈ ആവും. ആ സമയത്ത് നമുക്ക് നല്ലതായിട്ട് ഒത്തിരി അങ്ങ് ഉരച്ച് കഴുകരുത്. ലൈറ്റായിട്ട് വെള്ളം എടുത്ത് നോർമൽ വാട്ടർ തന്നെ എടുത്ത് ജസ്റ്റ് ഒരു മസാജ് കൊടുത്ത് വേണം നമ്മളിത് ഫേസ് പാക്ക് റിമൂവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്ന് മുഖമെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന്. കണ്ട ഇത്ര റിസൾട്ട് കിട്ടിയ ഒരു സൂപ്പറായിട്ടുള്ള ഫേഷ്യലാണ്. ഇനി പാർലറിലൊന്നും പോയി പൈസ കളയരുതെന്ന് പറയുന്നില്ല. നിങ്ങൾ ഇടയ്ക്കൊക്കെ പൊക്കോളൂ. എന്തെങ്കിലും പാർലറിലൊക്കെ പോയി ഫേഷ്യൽ ചെയ്യാൻ മടിയുള്ളവർക്കും അല്ലെങ്കിൽ ചെയ്യാൻ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുള്ളവർക്കും അല്ലെങ്കിൽ നമ്മൾക്ക് സ്കിൻ കെയർ ഒക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ആയിട്ട് പറ്റിയൊരു സൂപ്പറായിട്ടുള്ളൊരു ഫേഷ്യലാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ കുഞ്ഞുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഫേഷ്യലാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുക വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫേഷ്യലാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.